ഹലോ ഗൈസ്, ചിലർ കണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് പച്ചപ്പറങ്ങാണ്ടി ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും. നിങ്ങളുടെ അവിടെ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. പച്ച കശുവണ്ടി എന്ന് പറയും, വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. പറങ്ങാണ്ടി എന്ന് പറയും. ഇത് വെച്ച് നമ്മളൊരു തീയലുണ്ടാക്കാൻ പോവാം. എന്ത് തീയെന്നറിയോ? പച്ചപ്പറങ്ങാണ്ടി തീയൽ എന്ന് പറയും. ഉണ്ടാക്കിയാലോ? എല്ലാവർക്കും സ്വാഗതം ഗ്ലോബൽ കിച്ചണിലേക്ക്. പച്ചപ്പറങ്ങാണ്ടി എടുത്തിട്ട് ഇങ്ങനെ കീറുന്നു. പക്ഷെ നല്ല കറയുണ്ട്. കയ്യിൽ കീറുന്ന ആൾക്കാർ സൂക്ഷിക്കുക, കൈ പൊള്ളാൻ ചാൻസസ് ഉണ്ട്. വെളിച്ചെണ്ണ പുരട്ടിയിട്ട് തീർക്കുക. ഇങ്ങനെ എടുക്കാം, നമുക്ക് എടുക്കാം. പിന്നെ ചെത്തിയെടുക്കാം. വേവുന്നവർക്ക് ഇങ്ങനെ ചെത്തിയെടുക്കാം. ചെത്തുമ്പം സൂക്ഷിച്ച് എത്തുന്നത് കട്ട് ചെയ്ത് പോരുത്. ഇതുപോലെ എടുക്കുക. ഫുള്ളായിട്ട് എടുക്കുകയാണ് ചെയ്യാം. പറങ്ങേണ്ടി അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ പിന്നെ പുറത്തെ ആ തൊലി അങ്ങ് ഇളകി പോകുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എത്ര തേങ്ങ ഉണ്ടെങ്കിൽ ഇത് ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ട് ചുരണ്ടി നമുക്കത് വറുത്തെടുക്കാം. വറുത്തരച്ചാണ് ഇത് വെക്കുന്നത് തീയല്. പച്ചമുളക്, ചെറിയ ഉള്ളി, കൂട്ടത്തിൽ പയറോ കോവയ്ക്കോ അങ്ങനെ എന്തെങ്കിലും കിട്ടാം നമുക്ക്. പച്ചപ്പയറോ കോവയ്ക്കോ കൂടെ ഉണ്ടായിരുന്ന കോവയ്ക്കാണ് ഞങ്ങൾ കോവയ്ക്ക ഇടും. ഈ ഒരു കളർ എത്തുമ്പോൾ നമുക്കതിലേക്ക് മുളക് പൊടി ചേർക്കാം. നമ്മൾ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർക്കാം. ഇത് കരിയാതെ ചെറു തീയിൽ നല്ലോണം ഇളക്കി വറുത്തെടുക്കുക. ഇളക്കിയപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലി ഇങ്ങനെ ഈസി ആയിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും. തേങ്ങ മിക്സിക്കകത്തിട്ട് വെള്ളം ഒഴിക്കാതെ എണ്ണ തെളിയുന്നിടം വരെ നല്ലപോലെ അരച്ചെടുക്കണം. ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരണമായിരിക്കുമ്പോഴേ നല്ല അതിൻ്റെ പെർഫെക്റ്റ് ആവുന്നുള്ളൂ. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിൽ കടുവിട്ട് വറുക്കാം. കടുക് പൊട്ടുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 2-3 വറ്റൽമുളക് ചേർക്കാം. ചെറിയ ഉള്ളി ഒരു 10 കറിവേപ്പില. ചെറിയ ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് പച്ചമുളക്, കോവയ്ക്കായോടെ ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കശുവണ്ടിയോടെ ചേർക്കാം. പച്ചപ്പറങ്ങാണ്ടി അരച്ച തേങ്ങ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നു. വാളംപുളി പിഴിഞ്ഞതൂടെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചേർക്കാം. ജസ്റ്റ് ഒന്ന് ഒഴിച്ചതൊന്ന് മിക്സ് ചെയ്ത് അതിനകത്ത് ബാക്കികളോടെ ചേർത്ത് നമുക്ക് ഒഴിക്കാം. ഒരു നെല്ലിക്ക വലിപ്പമുള്ള വാളംപുളി എടുത്താൽ മതി. ഉപ്പും ചേർക്കാം. നമുക്ക് അതിലേക്ക് അറിയാതെ ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് അരപ്പ് ചേർത്ത് പുളിവെള്ളത്തോടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇത് കുറുക്കി പറ്റിച്ചെടുക്കുക. എണ്ണ തെളിയുന്നതും വരെ പറ്റിച്ച് വരും. നമ്മുടെ തീയൽ ഓൾമോസ്റ്റ് പറ്റി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുക. അങ്ങനെ അല്പം കൂടെ ഒന്ന് കുറുക്കാം.